പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ജമാദുൽ ഔവൽ, ജമാദുൽ ഊല മാസം, ആ മാസത്തിലേക്ക് നമ്മൾ കടക്കുന്ന ഈ സമയത്ത് ആ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരികയാണ്. ജമാദുൽ ഔവൽ മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് നാളെ. അൽഹംദുലില്ലാ, ഒരു വെള്ളിയാഴ്ച ദിനം കൊണ്ട് നമ്മൾ അൽഹംദുലില്ലാ ഈ മാസത്തിന്റെ തുടക്കം അങ്ങോട്ടായാൽ അത് വളരെ ഖൈറാണ്, ബറക്കത്താണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ലവണ്ണം ദുആ ചെയ്യുന്നവരാണ്. ദുആ ചെയ്യാത്തവരാണെങ്കിൽ ഇന്നു മുതൽ ദുആ നമ്മൾ ഒരിക്കലും മറക്കരുത്. ദുആ ചെയ്യുമ്പോൾ 7 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എല്ലാ സമയത്തും ദ്വാരക്കണം. ദുആ ചെയ്യുമ്പോൾ എപ്പോൾ ദുആ ചെയ്താലും 7 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. ഇനി 7 കാര്യങ്ങൾ നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല ഒരിക്കലും. മാത്രമല്ല, എപ്പോഴും നമ്മൾ ഓർത്തു വെക്കേണ്ട 7 ദുആകളുണ്ട്. ഖുർആനിലെ ഹദീസിലെ 7 ദുആകൾ എപ്പോഴും നമ്മൾ ഓർത്തു വെച്ച് ദുആ ചെയ്യണം. അപ്പൊ ദുആ സംബന്ധമായ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, ദുആ സ്വീകരിക്കപ്പെടാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, ദുആയുമായി ബന്ധപ്പെട്ട ഒരു വിശാലമായ ചർച്ചയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നിങ്ങൾ വളരെയധികം കേട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അവസാനം വരെ കാണാൻ വിട്ടുപോകണ്ട. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽ ഫായിസീന അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന സ്നേഹം നിറഞ്ഞ മുത്തു മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ജീവിതത്തിൽ വലിയ സലാമത്തും റാഹത്തും ഇസ്സത്തും, മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും മർഹമത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ, ഉസ്താദ് പ്രത്യേകം ഞങ്ങൾക്ക് വേണ്ടി ദുആരക്കണേ, ഒരുപാട് പ്രയാസത്തിലൂടെ പോകുന്നു, കുടുംബത്തിൽ സ്വസ്ഥതയില്ല, സമാധാനമില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ്, കച്ചവടത്തിൽ ലാഭമില്ല, അതുപോലെ മക്കള് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മക്കളില്ലാത്തവരുണ്ട്, വീടില്ലാതെ ബുദ്ധിമുട്ടുന്നവർ, അങ്ങനെ ഒരുപാട് പ്രയാസ പ്രശ്നത്തിലൂടെ പ്രവാസികളായ നിരവധി പേര് ദുആരക്കാൻ പറഞ്ഞു. അല്ലാഹു എല്ലാവർക്കും ജീവിതത്തിൽ വലിയ ഖൈറും സലാമത്തൊക്കെ കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പുണ്യമായൊരു വെള്ളിയാഴ്ച രാവിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. വെള്ളിയാഴ്ച രാവ് അൽഹംദുലില്ലാ വളരെയധികം ശ്രേഷ്ഠതയുള്ള, നമുക്ക് മാത്രം അല്ലാഹു തആല കനിഞ്ഞു തന്നിട്ടുള്ള ഒരു അവസരമാണ് വെള്ളിയാഴ്ച രാവ്. ഇത് പരിശുദ്ധമായ ജമാദുൽ ഊല അല്ലെങ്കിൽ ജമാദുൽ ഔവൽ, ആ മാസത്തിന്റെ തുടക്ക ദിവസങ്ങളാണല്ലോ. അപ്പൊ ആ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ് അൽഹംദുലില്ലാ ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മളിലേക്ക് വരുന്നത്. ജമാദുൽ ഔവൽ, ജമാദുൽ ഊല മാസത്തിന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിനമാണ് നാളെ. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളിൽ നിന്നും ചെയ്യുന്ന അമലുകളെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പുണ്യങ്ങൾ ഏറെ നിറഞ്ഞ ഈ ഒരു മാസം അല്ലെ, ജമാദുൽ ഊല എന്ന പുണ്യമാസം, അതിനെ നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ അല്ലാഹു തആല തൗഫീഖ് തരുമാറാവട്ടെ. അല്ലെ, ജമാദുൽ ഊല എന്ന് പറഞ്ഞാൽ അതൊരു കൊള്ളൂലാത്ത മാസമാണ്, അതൊരു ദുശകുനത്തിന്റെ മാസമാണ്, അപശകുനത്തിന്റെ മാസമാണ്, നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത മാസമാണ് എന്നൊക്കെ പലരും പറഞ്ഞു പരത്തുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല സത്യം, നല്ല മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അവർ തമ്മിൽ നടന്ന വിവാഹം, കല്യാണം അത് ഈ ജമാദുൽ ഊല മാസത്തിലായിരുന്നു. നമ്മുടെയൊക്കെ കല്യാണം തന്നെ ജമാദുൽ ഊല മാസത്തിൽ നടന്ന എത്രയോ ആളുകൾ ഉണ്ടാകും. അപ്പൊ നല്ല മാസമാണ്, അതൊരു മോശപ്പെട്ട മാസമൊന്നും അല്ല. പിന്നെയോ, ഈ ജമാദുൽ ഊല മാസത്തിൽ ഒരുപാട് മഹത്തുക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഒരുപാട് മഹത്തുക്കൾ, അതിൽ പ്രധാനിമാരായ ഒരുപാട് സ്വഹാബിമാരുണ്ട്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വല്ലുപ്പയാകുന്ന അബ്ദുൽ മുത്തലിബ് എന്നവരുൾപ്പെടെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയ മാസമാണ്. പ്രത്യേകിച്ച് മുസ്ലിം ലോകം വളരെയധികം ഓർമ്മിക്കുന്ന ഒരാളുണ്ട്. അത് മഹാനായ സുൽത്താനുൽ ആരിഫീൻ അഷ്ശൈഖ് അഹ്മദുൽ കബീരി റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. റിഫാഇ ഷെയ്ഖിന്റെ ആണ്ട് മാസം കൂടിയാണ് ഈ പരിശുദ്ധമായ ജമാദുൽ ഊല മാസം. അപ്പോൾ അൽഹംദുലില്ലാ ഈ മാസം നമുക്ക് അല്ലാഹു എല്ലാവിധ സന്തോഷത്തിലും സമാധാനത്തിലും റാഹത്തിലുമാക്കി പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അപ്പോൾ വെള്ളിയാഴ്ച രാവാണ്, വെള്ളിയാഴ്ച ദിനം നാളെയാണ്. വെള്ളിയാഴ്ച രാവിലും പകലിലും ഒക്കെ ആയി നമ്മൾ എന്നല്ല എല്ലാ ദിവസവും നമ്മൾ അധികരിപ്പിക്കേണ്ട, ചെയ്തിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സ്വലാത്ത് ചൊല്ലുക, വിശുദ്ധമായ ഖുർആൻ പാരായണം, അതുപോലെ തന്നെ ദിക്ർ ഔറാദുകൾ. അതിൽപ്പെട്ട ഒന്നാണ് നല്ലവണ്ണം ദുആ ചെയ്യണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞ് അല്ലെ, ഒരുപാട് പ്രയാസങ്ങളുണ്ടല്ലോ, ഒരുപാട് സങ്കടങ്ങളുണ്ട്, അതൊക്കെ അല്ലാഹുവിലേക്ക് ഏറ്റേറ്റ് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യണം. പലരും എല്ലാ കാര്യം ചെയ്യും, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, അതുപോലെ തന്നെ സ്വതക്കയൊക്കെ ചെയ്യും. പക്ഷെ ദുആ ചെയ്യാൻ പലർക്കും മടിയാണ്.
ഇനി അഥവാ ദുആ ചെയ്താൽ തന്നെ കൈയൊന്നും ഉയർത്തൂല, വെറുതെ ഇങ്ങനെ മടിയിൽ ഇങ്ങനെ കൈ വെച്ചിട്ട് എന്തോ ആർക്കോ വേണ്ടി ദുആരക്കുന്നത് പോലെ എന്തോ ഒരു കാട്ടിക്കൂട്ടലാണ്. ഒരിക്കലും അങ്ങനെ ആവരുത്. ഒരു നല്ല ഒരു വിശ്വാസിയായ ഒരു മനുഷ്യന്റെ നല്ല ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം അയാൾ ദുആ ചെയ്യും, കൈകൾ ഉയർത്തി ഇങ്ങനെ വെച്ച് ഇങ്ങനെ ദുആരക്കണ്ട കേട്ടോ. കൈ ഇങ്ങനെ പൊക്കി വെച്ച് അല്ലോ പഠിച്ചോലെ അങ്ങനെയൊന്നും ദ്വാരക്കണ്ട, അങ്ങനെയും വേണ്ട. തീരെ ദുആ ചുമ്മാ ഈ വയറെന്തിനാ, പടച്ചവൻ എനിക്ക് ഈ വയറ് തന്നത് ദുആ ചെയ്യുമ്പോൾ എനിക്ക് ഈ കൈ വെക്കാനാ, അങ്ങനെ ചില ആളുകളുണ്ട്. അങ്ങനെയുമല്ല. ദുആ ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ഉയർത്തണ്ട, ഒന്ന് ഇങ്ങനെ പിടിക്കുക, അല്ലെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിക്കുക, ചേർത്ത് നമ്മളിങ്ങനെ പിടിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വെക്കുക. ഈ രണ്ട് രൂപത്തിലും വെക്കാം, ഇങ്ങനെയും വെക്കാം ഇങ്ങനെയും വെക്കാം. അപ്പൊ അങ്ങനെ എന്നിട്ട് നമ്മൾ ഈ കൈകളിലേക്ക് നോക്കിയിട്ട് അള്ളാഹുവേ പടച്ചവനെ, ഇങ്ങനെ നമുക്ക് ആകാശത്തേക്ക് നോക്കാതിരിക്കലാണ് നല്ലത്. ഇങ്ങനെ നമുക്ക് കൈകൾ ഉയർത്തിയിട്ട് അല്ലെങ്കിൽ കണ്ണടച്ചൊക്കെ നമുക്ക് ദ്വാരക്കാം. ഈ കൈ ഉയർത്തുക അതെന്ന് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുവാൻ. അള്ളാഹിനോടല്ലാതെ പിന്നെ ആരോട് നമ്മൾ ചോദിക്കണേ? എല്ലാ കാര്യങ്ങളും അള്ളാഹു അല്ലെ പടച്ചവനല്ലേ എല്ലാം നമുക്ക് ചെയ്തു തരുന്നത്. അതുകൊണ്ട് നല്ലവണ്ണം ദ്വാരക്കുക. ദുആ ചെയ്യുമ്പോൾ കൈകൾ ഉയർത്തി ഖിബിലയിലേക്ക് തിരിഞ്ഞ് നല്ലവണ്ണം ആത്മാർത്ഥമായിട്ട് ദ്വാരക്കുക. എത്രയോ വിഷമമാണ്, സങ്കടമാണ്, ദുഃഖമാണ് അല്ലെ. അതുകൊണ്ട് നല്ലവണ്ണം ദുആ ചെയ്യും. എല്ലാ കാര്യത്തിനും വേണ്ടി ദ്വാരക്കണം. അതിൽപ്പെട്ട ഒന്നാണ് എന്ത്? നമ്മുടെ ഈമാൻ സലാമത്താവാൻ ദ്വാരക്കണം. അള്ളാഹുവേ എൻ്റെ ഈമാൻ അത് നീ പൂർത്തീകരിച്ച് തരണം, ഈമാൻ പൂർത്തീകരിച്ച് കിട്ടണം. നമ്മൾ 60 വയസ്സ് വരെയാണ് ജീവിക്കുന്നതെങ്കിൽ 59ാമത്തെ വയസ്സിൽ നമ്മുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. 60 വയസ്സ് വരെയാണ് ജീവിക്കുന്നതെങ്കിൽ 60 വയസ്സിലും നമുക്ക് ഈമാൻ വേണം. നമ്മൾ മുസ്ലിം ആവണം, നമ്മൾ മുഅ്മിൻ ആവണം. അതിനുവേണ്ടി ദ്വാരക്കണം. എത്രയോ ആളുകൾ നിസ്കാരം, നോമ്പ്, ഹജ്ജൊക്കെ ചെയ്ത ആളുകൾ അവസാനം മരിക്കുമ്പോൾ മുഅ്മിൻ അല്ലാതെ, മുസ്ലിം അല്ലാതെ മരണപ്പെട്ടു പോകുന്നു, ഈമാൻ കിട്ടാതെ. അങ്ങനെ ആവരുത്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇന്നത്തെ കാലത്ത് നമ്മളത് വളരെയധികം സൂക്ഷിക്കണം. അതുകൊണ്ട് അള്ളാഹുവേ എൻ്റെ ഈമാൻ നഷ്ടപ്പെടുത്തരുതേ എന്ന് എൻ്റെ എല്ലാ ഉമ്മച്ചുമാരും എൻ്റെ വാപ്പച്ചുമാരും ദ്വാരക്കണം. നല്ലവണ്ണം ഈമാൻ സലാമത്താവണം. ഈമാൻ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ആരോഗ്യം കിട്ടിയിട്ടെന്താ അല്ലെ, എത്ര സമ്പത്ത് കിട്ടിയിട്ടെന്താ? അതുകൊണ്ട് ഈമാൻ സലാമത്താവാൻ ദ്വാരക്കണം. ദ്വാ ചെയ്യുമ്പോൾ ആദ്യം അള്ളാഹുവേ എൻ്റെ ഈമാൻ നീ പൂർത്തീകരിച്ച് തരണേ. അതൊരു കാര്യം, ഈമാൻ പൂർത്തീകരിച്ച് കിട്ടണം. പിന്നെയോ നമ്മുടെ തെറ്റുകൾ അള്ളാഹുലേക്ക് ഏറ്റുപറയണം. ദ്വാ ചെയ്യുമ്പോൾ തന്നെ പടച്ചോനെ എൻ്റെ കടങ്ങൾ മാറ്റി, അങ്ങനെയല്ല. ദ്വാരക്കുമ്പോൾ ഒരു ഓർഡർ ഉണ്ട്. അത് ഹംദ്, സ്വലാത്ത് അതൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ഈമാനിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പിടിപ്പിക്കണം അല്ലെ. അള്ളാഹുവേ എൻ്റെ തെറ്റുകൾ നീ പൊരുത്തപ്പെട്ട് തരണം, എൻ്റെ പാപങ്ങൾ നീ പൊരുത്തപ്പെട്ട് തരണം. മൂന്നാമത്തെ നമ്മുടെ മാതാപിതാക്കളുടെ പാപം, നമ്മുടെ ഭാര്യ സന്താനങ്ങൾ അവർ ചെയ്തു പോകുന്ന തെറ്റുകൾ, അവർക്ക് വേണ്ടി നമ്മൾ ദ്വാരക്കണം. ആ കാര്യം വിട്ടുപോകരുതേ. ഒന്ന് നമ്മുടെ ഈമാൻ ശരിയാവാൻ, രണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ, മൂന്നാമത്തേത് നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളുടെ എല്ലാ തെറ്റുകളും പൊരുത്തപ്പെട്ട് കൊടുക്കണേ അല്ലാ എന്ന് പ്രത്യേകം നമ്മൾ ദുആ ചെയ്യണം. നാലാമത്തേത് നമ്മളിൽ നിന്നും മരണപ്പെട്ടു പോയ ആളുകൾ അല്ലെ, നമ്മുടെ ഉമ്മ, നമ്മുടെ വാപ്പ, അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുക. പിന്നെയോ അഞ്ചാമത്തേന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുസ്സിനു വേണ്ടി, ആയുസ് ദീർഘിപ്പിച്ച് കിട്ടണം. അള്ളാഹുവേ ആയുസ് നീ ദീർഘിപ്പിച്ച് തരണം. അതിനുവേണ്ടി നല്ലവണ്ണം ദ്വാരക്കണം. വെറുതെ ആയുസ്സല്ല, ആഫിയത്തുള്ള ആരോഗ്യമുള്ള ആയുസ് വേണം. ഒരുപാട് നാൾ ജീവിച്ചു, 80 വയസ്സ് വരെ ജീവിച്ചു. എന്താണ് ഈ 50 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് കിടന്ന കിടപ്പായിരുന്നു. എല്ലാവരും നോക്കി നോക്കി വിഷമിക്കുന്ന ഒരവസ്ഥ അതുണ്ടാക്കരുത്. അല്ലാ, ഈ വാപ്പ എന്താ മരിക്കാത്തത്, ഈ ഉമ്മ എന്താ മരിക്കാത്തതെന്ന് മക്കളിങ്ങനെ നോക്കി നോക്കി നിൽക്കുന്ന ഒരവസ്ഥ വരെ എത്തിക്കല്ലേ റബ്ബേ. മരിക്കുന്ന സമയത്ത് അല്ലാഹു ഈമാൻ തന്ന് ഞങ്ങളെ ഹൈറായ സമയത്ത് നീ മരിപ്പിക്കണേ അല്ലാ. ദ്വാരക്കണം എപ്പോഴും. എത്രയോ ആളുകളാണെന്നറിയോ, ഉമ്മയൊന്നും മരിച്ചു കിട്ടിയെങ്കിൽ വാപ്പയൊന്നും മരിച്ചു, കാരണം അവർ തന്നെ നോക്കി നോക്കി വിഷമിച്ചു. മാത്രമല്ല ഈ ഉമ്മ തന്നെ കിടന്ന് അവരും വിഷമിച്ചു. ജീവിക്കുന്നുണ്ടോ ജീവിക്കുന്നില്ല, മരിക്കുന്നുണ്ടോ മരിക്കുന്നില്ല, അങ്ങനെ ജീവിതത്തിന്റെ ഒരു ജീവച്ഛവമായി കിടക്കുന്നൊരവസ്ഥ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ നമുക്ക് ഇബാദത്തുകൾ ചെയ്ത് നമ്മൾ മലമൂത്ര വിസർജനം അത് വൃത്തിയാക്കുന്നത് നമ്മൾ തന്നെ ആവണം. മറ്റൊരാൾ വന്ന് വൃത്തിയാക്കേണ്ട ഒരു അവസ്ഥ, അത് മക്കളായാലും ഭാര്യയായാലും ഭർത്താവായാലും ഒരു ചെയ്യുന്നൊരവസ്ഥ, അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അള്ളാഹു തആല അത്തരം അവസ്ഥകളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട വാപ്പമാരെ, പുതിയൊരു മാസമാണ്. അതുകൊണ്ട് ദ്വാരക്കുമ്പോൾ അള്ളാഹുവേ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ. എനിക്ക് മാത്രമല്ല, എൻ്റെ ഉമ്മ, എൻ്റെ വാപ്പ, എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ഭർത്താവ്, എൻ്റെ കൂട്ടുകുടുംബം, എല്ലാവർക്കും വേണ്ടി ദ്വാരക്കണം. ഇനി ആറാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ ദ്വാരക്കണം. ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടി ദ്വാരക്കണം. പ്രത്യേകിച്ച് മക്കൾക്ക് വേണ്ടി, മാതാപിതാക്കളായ നമ്മുടെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. മറ്റൊരു ദുആയാണ് ഏഴാമത്തേത്, നമ്മുടെ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി. ഉമ്മാക്കും വാപ്പാക്കും വേണ്ടിയുള്ള ദുആ ഇല്ലാത്ത ഒരു ദുആയും അള്ളാഹു സ്വീകരിക്കില്ലെന്നാണ്. ഒരാൾ ഭയങ്കര ദുആ, ഒരു അരമണിക്കൂർ ഇങ്ങനെ ദുആ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആ ദുആയിൽ ഉമ്മാക്കും വാപ്പാക്കും വേണ്ടി ദുആ ചെയ്തില്ല. അവന്റെ ജീവിച്ചിരിക്കുന്ന ഉമ്മയാവട്ടെ, മരണപ്പെട്ട ഉമ്മയാവട്ടെ,
ജീവിച്ചിരിക്കുന്ന വാപ്പയാവട്ടെ മരണപ്പെട്ട വാപ്പയാവട്ടെ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാത്ത ദുആ അല്ലാഹു തആല സ്വീകരിക്കില്ല. അതുകൊണ്ട് അല്ലാഹുവേ പടച്ചവനെ ഒരു ഒറ്റ ദുആ, റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ഞാനൊരു 5 ദുആ എപ്പോഴും പറയാറില്ലേ മുഅ്മിനീങ്ങളെ? 5 ദുആ നമ്മൾ എപ്പോഴും മറക്കരുത്. ഒന്ന്, നമ്മുടെ തെറ്റുകൾ പൊറുക്കപ്പെടാനുള്ള ദുആയാണ്. ഖുർആനിലെ ദുആകളാണ് റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഇതൊരു ദുആ. അതുപോലെ തന്നെ മറ്റൊരു ദുആയാണ് ഏത്? നമ്മുടെ ഭാര്യ സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള ദുആ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ. മൂന്നാമത്തെ ദുആ നമ്മുടെ ഉമ്മാക്ക് വേണ്ടിയുള്ള വാപ്പാക്ക് വേണ്ടിയുള്ള ദുആയാണ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. പിന്നെയോ ദുനിയാവും ആഖിറവും നമ്മുടെ എല്ലാ കാര്യവും രക്ഷപ്പെടാൻ, നമ്മുടെ ദുനിയാവും ആഖിറവും നമ്മുടെ മരണവും ഖബറും എല്ലാം രക്ഷപ്പെടാനുള്ള ദുആ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. പിന്നെ ഒരു ദുആ ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയുള്ള ദുആയാണ് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അപ്പോൾ ഈ 5 ദുആ നമ്മൾ മറക്കണ്ട. മൊത്തം നമ്മൾ 7 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദ്വാരക്കണം. നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, എല്ലാ കാര്യങ്ങളും കൂടി ഒരു 7 കാര്യം നമ്മൾ പറഞ്ഞു. ഇനിയോ ഒരു 7 കാര്യത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. പല ആളുകളും അവരുടെ ജീവിതത്തിന്റെ സമ്മർദ്ദം മൂലം ഈ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ചിലപ്പോൾ ദുആ ചെയ്തു പോവാറുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് തെറ്റുകൾ ചെയ്യാനുള്ള അവസരം കിട്ടാൻ ദ്വാരക്കുന്നവർ. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു, ഞാൻ ചെല്ലുമ്പോൾ ആ കള്ള് ഷോപ്പ് തുറന്നിട്ടുണ്ടാവണം, ആ ബാറ് തുറന്നിട്ടുണ്ടാവണം. അതായത് തെറ്റ് ചെയ്യാൻ, കള്ളു കുടിക്കാൻ, അല്ലെങ്കിൽ മോശത്തരം ചെയ്യാൻ, ഹറാമ് ചെയ്യാൻ, ലോട്ടറി എടുക്കാൻ, ലോട്ടറി കട തുറന്നിട്ടുണ്ടാവണം. അത് തെറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടാവാൻ അത് ആഗ്രഹിക്കുന്നു. അത് വളരെയധികം ഗുരുതരമാണ്. അത് ചെയ്യാൻ പാടില്ല. ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കുകയുമില്ല. രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ പ്രശ്നമുണ്ടാവാൻ ദുആ ചെയ്യുക. കുടുംബത്തിൽ പ്രശ്നമുണ്ടാവാൻ, അല്ലാഹുവേ അവൻ്റെ കുടുംബം താറുമാറാവണം, അവൻ്റെ കച്ചവടം നഷ്ടത്തിലാവണം, അല്ലെങ്കിൽ അവൻ്റെ മക്കൾ തമ്മിൽ അടി ഉണ്ടാവണം, അതിനുവേണ്ടി ദുആ ചെയ്യുന്നു. കുശുമ്പ്, അസൂയ, സിഹർ ചെയ്യുക വളരെ മോശപ്പെട്ട സ്വഭാവമാണ്. അങ്ങനെ ചെയ്യുന്ന എത്രയോ ആളുകളുണ്ട്. വളരെ നീചമായ സ്വഭാവമാണ്. ഒരിക്കലും മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല. രണ്ടാമത്തേത്, ഒരാളുടെ കുടുംബം മുടിഞ്ഞു പോവാൻ വേണ്ടി ദ്വാരക്ക്, അത് പാടില്ല. മൂന്നാമത്തേത്, ഒരു നാട്ടിൽ ഫിത്നയും ഫസാദും ഉണ്ടാവാൻ, നാട്ടിലൊരു കുഴപ്പമുണ്ടാവാൻ, വർഗീയത ഉണ്ടാക്കാൻ, അല്ലെ, ആളുകളെ തമ്മിൽ അടുപ്പിക്കാൻ, അല്ലെങ്കിൽ 2 കുടുംബക്കാരെ തമ്മിൽ അടുപ്പിക്കാൻ എന്ന് പറഞ്ഞാൽ വഴക്കുണ്ടാക്കാൻ, അയൽവാസികൾ തമ്മിൽ വഴക്കുണ്ടാവാൻ, നാട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവാൻ ദുആ ചെയ്യുന്ന ആ ഒരു സ്വഭാവം അത് വളരെ മോശമാണ്, ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്നാണ് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാവാൻ ദുആ ചെയ്യുക. അല്ലാഹുവേ, ഒരു ഇടിവെട്ടും മഴയൊക്കെ വന്ന് കുറേ ആളുകൾ അങ്ങോട്ട് മരിച്ചുപോയെങ്കിൽ, അന്ന് വന്ന കൊറോണ പോലെ ഇനിയും വന്നെങ്കിൽ, വയനാട് പ്രളയം വന്നതുപോലെ ഞങ്ങളുടെ ഈ എറണാകുളത്തും വന്നെങ്കിൽ എന്നൊക്കെ ദുആ ചെയ്യുന്നത് പോയിട്ട് ചിന്തിക്കാൻ പോലും പാടില്ല. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങുന്നതിനെ നമ്മൾ ആഗ്രഹിച്ച് ദുആ ചെയ്യാൻ പാടില്ല. ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. എന്തിനാ മറ്റുള്ളവരോട് അസൂയ മൂത്തിട്ട് അതിനുവേണ്ടി ദുആ ചെയ്യുന്നവർ? അള്ളാഹു ആ ദുആ സ്വീകരിക്കുകയില്ല. അങ്ങനെ ചെയ്യാനും പാടില്ല. പിന്നെയോ മറ്റൊരു കാര്യമാണ് യോജ്യമല്ലാത്ത പദവിക്ക് വേണ്ടി ദുആ ചെയ്യുക. യോജ്യമല്ലാത്ത പദവി, നമുക്കറിയാം ആ പദവി എന്നെ കൊണ്ട് പറ്റൂല. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ഡോക്ടറാണോ? അല്ല. എനിക്കിനൊരു ഡോക്ടർ ആവാൻ പറ്റുമോ? പരിശ്രമിച്ചാൽ ആവാൻ പറ്റുമായിരിക്കാം, അറിയില്ല. പക്ഷേ ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് അനുയോജ്യമായ പദവി. ഇപ്പോൾ അല്ലാഹുവേ, എനിക്ക് നല്ലൊരു ആലിമാവണം, അല്ലെ, ഒരുപാട് എൻ്റെ മരണം വരെ പാവപ്പെട്ട മുഅ്മിനീങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന, ദീൻ പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ഉസ്താദ് ആവണം, നല്ലൊരു ഒരു ആലിമാവണം. അതാണ് എനിക്ക് യോജിച്ച പദവി. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ദ്വാരക്കണം. അല്ലാഹുവേ, അല്ലാതെ ഞാൻ പഠിച്ചോനെ എന്നെ IAS കാരനാക്കണേ, എന്നെ IPS കാരനാക്കണേ, എന്നെ ഡോക്ടർ ആക്കണേ, അല്ലെങ്കിൽ എന്നെ അമേരിക്കൻ പ്രസിഡന്റ് ആക്കണേ, അങ്ങനെ നമ്മൾ ദ്വാ ചെയ്ത കാര്യം ആ ദ്വാ വെറുതെയാണ്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആയുസ്സിന് വേണ്ടി ദ്വാ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഈ ആയുസ് എന്തിനാണ്? കാശുണ്ടാക്കാൻ വേണ്ടിയാണ്. പഠിച്ചോനെ, എനിക്കൊരു 10 വർഷം കൂടി എനിക്ക് ആയുസ് തന്നാൽ ഞാൻ അവിടെ 2 ഫ്ലാറ്റ് വാങ്ങിക്കാം, 2 ഫ്ലാറ്റ് പണിയാം, അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങണം. അതായത് കാശ് കിട്ടാൻ ആയുസ്സിന് വേണ്ടി ദ്വാരക്കുന്നു. അത് നല്ല കാര്യമാണ്. പക്ഷേ എന്തിനാണ്? അധികാരം കിട്ടാൻ, സമ്പത്തുണ്ടാവാൻ ഒക്കെയായിട്ടാണ്. തെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ആയുസ്സിനാണ് ചോദിക്കുന്നതെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവനിക്ക് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ശിക്ഷ കിട്ടും. അല്ലാതെ നല്ല കാര്യത്തിന് വേണ്ടി പഠിച്ചോനെ എനിക്കൊരു 2 വർഷം കൂടി എനിക്ക് ആയുസ് തന്നെങ്കിൽ എനിക്ക് ഒരു ഹജ്ജും കൂടി ചെയ്യാം, എനിക്ക് 2 ഉംറ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് എനിക്ക് കൂടി നിസ്കരിക്കണം, അതിന് അള്ളാഹു എനിക്ക് ആഫിയത്ത് തരണേ, ആയുസ് തരണേ എന്ന് നമുക്ക് ദ്വാരക്കാം. അതല്ലാതെ തെറ്റിന് വേണ്ടി നമ്മൾ ദ്വാ ചെയ്യാൻ പാടില്ല. മറ്റൊന്ന്,
നമുക്ക് സ്വന്തത്തിനോ നമ്മുടെ സ്വന്തക്കാർക്കോ പ്രത്യേകിച്ച് നമ്മുടെ മക്കൾക്കോ എന്തുണ്ടാവാൻ, നാശമുണ്ടാവാനുള്ള ദുആ പാടില്ല. മക്കൾക്ക് വേണ്ടി ഒരിക്കലും എതിരായി നമ്മൾ ദുആ ചെയ്യരുത്. നമ്മൾ ചെയ്യാറില്ല, പക്ഷെ ചെയ്യാനും പാടില്ല. അല്ലാഹു തആല മാതാപിതാക്കളായ നമ്മുടെ ദുആ അല്ലാഹു എപ്പോഴും സ്വീകരിക്കുമെന്നാണ്, ഏത് സമയത്തും സ്വീകരിക്കും. പ്രത്യേകിച്ച് ദുആഉൽ വാലിദി ലി വലദി കദുആഉൻ നബി ലി ഉമ്മത്തി. ഒരു ഉമ്മ വാപ്പ തൻ്റെ മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ദുആ ഒരു പ്രവാചകർ അവരുടെ സമുദായത്തിന് വേണ്ടി ചെയ്യുന്ന ദുആ പോലെയാണ് അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കുക. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി നല്ല ദുആ ചെയ്യുക. മക്കളെ ശപിക്കാൻ പാടില്ല, മക്കളെ തെറിവിളിക്കാൻ പാടില്ല, മക്കളെ കുത്തുവാക്ക് പറയാൻ പാടില്ല. മണ്ടൻ, പൊട്ടൻ, ബുദ്ധിയില്ലാത്തവൻ, ഉപകാരമില്ലാത്തവൻ, വിഡ്ഢി, ശൈത്താൻ, പിശാജ്, ഇതൊക്കെ നമ്മൾ സാധാരണ മക്കളെ പറ്റി പറയുന്നതാണ്. ബോധമില്ലാത്തവൻ, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊരിക്കലും പറയരുത്. കാരണം നമ്മൾ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു സമയത്ത് മക്കളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതെങ്ങാനും അല്ലാഹു തആല സ്വീകരിച്ചാൽ പിന്നെ തീർന്നു. അതുകൊണ്ട് സ്വന്തത്തിന് വേണ്ടി നമ്മൾ മോശത്തരം ഉണ്ടാവാൻ, അല്ലാഹുവേ എനിക്ക് രോഗം തരണം, എന്നെ നീ അങ്ങോട്ട് നശിപ്പിക്ക്, എനിക്ക് നീ നഷ്ടം താ, എന്നെ നീ അങ്ങോട്ട് മരിപ്പിക്ക്, അങ്ങനെ നമ്മൾ ദ്വാരക്കാൻ പാടില്ല. ദുആ ചെയ്യാം, അല്ലാഹുവേ ഖൈറായ ജീവിതം തരണേ അല്ലാ, മരിക്കുന്ന സമയത്ത് നീ നന്മ തരണേ അല്ലാ, അങ്ങനെയൊക്കെ ദ്വാരക്കാം. അല്ലാതെ എന്നെ നീ അങ്ങോട്ട് നശിപ്പിച്ചേക്ക് റബ്ബേ, അങ്ങനെയൊന്നും ദ്വാരക്കാൻ പാടില്ല. അപ്പോൾ 7 കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നമ്മൾ ദുആ ചെയ്യാൻ പാടില്ല. 7 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും ദുആ ചെയ്യേണ്ടത്. 7 ദുആ നമ്മൾ പഠിച്ചു വെക്കണം, മറന്നു പോവണ്ട. ആ കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിച്ചത്, അല്ലെ? ആഫിയത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. അതൊരു ദുആയാണ്, അല്ലെ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 1. 2. റബ്ബനാ ആത്തിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. 2. 3. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. 4. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. 5. ലോക മുഅ്മിനീങ്ങൾക്ക് വേണ്ടി അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. മറ്റൊരു ദുആ നമ്മുടെ രോഗങ്ങൾ ശിഫയാവാൻ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വ അംറാല മൻ ഔസ്വാനാ ബിദ്ദുആ. അല്ലാഹുവേ ഞങ്ങളുടെയും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അല്ലാഹ്. അങ്ങനെ ഒരു ദുആ നമ്മൾ മറന്നു പോവാൻ പാടില്ല. അതുപോലെ തന്നെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖാ വൽ അഫാഫ വൽ ഗിന. ഈ ദുആ നമ്മൾ പലപ്പോഴും പഠിച്ചതാണ്. ഈ ദുആയും മറക്കാം. അപ്പോൾ ഈ 7 ദുആ എപ്പോഴും നമ്മുടെ ദുആകളിൽ നമ്മൾ ഉൾപ്പെടുത്താൻ വിട്ടുപോകണ്ട. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. നല്ലവണ്ണം ദുആരക്കുക. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയത്തിലൂടെയാണ് ഞാൻ നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഖൈറും സലാമത്തും റാഹത്തും ഒക്കെ ജീവിതത്തിൽ ഏറ്റമേറ്റം നൽകണേ അല്ലാ. എല്ലാവിധത്തിലുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധ സിഹർ കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. പുതിയൊരു മാസമാണ് റബ്ബേ, ഖൈറിന്റെ സലാമത്തിന്റെ റാഹത്തിന്റെ മാസമാക്കണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിരവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞു. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ സദസ്സുകളെ, നമ്മുടെ മജ്ലിസുകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇബാദത്തുകൾ അല്ലാഹു തആല ഖബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.